നമ്മളെ കാണുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മൾ കാണാതെയല്ല നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തെ വിശ്വാസ കണ്ണുകളാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിലെ കണ്ണുകളാണ് ദൈവം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ കർത്താവിനെ കാണുന്നതും തിരിച്ചറിയുന്നതും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ ആമേൻ ദൈവം എങ്ങനെ നമ്മൾ ഈ ദൈവത്തെ നമ്മൾ വിശ്വാസത്താൽ തിരിച്ചറിയുന്നു, ആ ദൈവത്തെ താൻ ഉള്ളതുപോലെ കാണുവാനുള്ളതായിരിക്കുന്ന നാളുകൾ നമ്മുടെ മുമ്പിൽ ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് എത്ര ഉന്നതകരമായിരിക്കുന്ന അനുഭവമാണ്. ഒരു വിശ്വാസിയുടെ സന്തോഷം എത്ര ഉന്നതകരമായിരിക്കുന്ന അനുഭവമാണ്. ഒരിക്കലും ഈ ലോകത്തിലെ നിസ്സാരമായിരിക്കുന്ന പ്രതിസന്ധികൾക്കോ വേദനകൾക്കോ ഒന്നും ഹല്ലേലൂയ ആമേലാമേ ഒരു യഥാർത്ഥ ഒരു വിശ്വാസിയെ അവന്റെ സന്തോഷത്തെ, സമാധാനത്തെ, സ്വസ്ഥതയെ എടുത്തു കളയാൻ കഴിയുന്നില്ല. ഇന്ന് പകലിൽ നമ്മളെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്താൽ കാണുന്നത് നമ്മുടെ ദൈവത്തെ. ഹല്ലേലൂയ. ആ സ്ത്രീയും ആമേ സ്വന്തങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആ 12 വർഷമായി ആമേ രക്തസ്രാവം കൊണ്ട് ഹല്ലേലൂയ മരണത്തോട് മല്ലടിക്കുന്ന അവളെ കണ്ടത് ആമേ സ്തോത്രം ചെയ്യുന്നു. പുരുഷാരം നിമിത്തം ആമേ തൊടാൻ കഴിയാത്ത ഒരു യേശുവിനെയല്ല. ഹല്ലേലൂയ. ആമേ സ്തോത്രം ചെയ്യുന്നു. ആമേ യേശു അവിടെ ഉണ്ടെങ്കിലും ആ യേശുവിനെ കൊണ്ട് ഒരിക്കലും ഗുണമില്ലാത്ത ഒരു യേശുവിനെയല്ല. തിരുവചനം പറയുന്നു അവൾ കണ്ടത് പുരുഷാരത്തിനോ ആമേ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന പരിമിതികൾക്കോ ഒന്നും തടുത്തു വെക്കുവാൻ കഴിയാത്ത രീതിയിൽ ഓടിച്ചെന്ന് ഏത് സമയത്തും ഹല്ലേലൂയ ആമേ സ്തോത്രം പ്രാപിക്കേണ്ടതും പ്രാപിക്കുവാൻ കഴിയുള്ളതായിരിക്കുന്നത് ഒരു ദൈവത്തെ അവളെ കണ്ട. അതുകൊണ്ട് അതിന് നമ്മൾ വായിക്കുന്നത് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും അവളെ പോകാൻ അവിടെ ചെന്ന് കർത്താവിൽ കൂടെ അവൾ എന്ത് പറഞ്ഞു അത് പ്രാപിപ്പാൻ അവളുടെ ജീവിതത്തിൽ ഇടയാക്കി തീർത്തത് അവളുടെ അകത്ത് വ്യാപരിച്ച ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസത്തെ നമ്മുടെ കർത്താവ് പറഞ്ഞത് ഈ വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. നമ്മൾ ഈ പാടുന്ന പാട്ടെല്ലാം നമുക്കൊരു വിശ്വാസമായി മാറുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ്. കർത്താവ് ഞാൻ വന്നിരിക്കുന്ന ഇടം ഇവിടെ എത്ര ശ്രേഷ്ഠമുള്ള സ്ഥലത്താണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആമേശ്വരം നമ്മുടെ സമീപത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആരുടെ സപ്പോർട്ടിലല്ല നമ്മളൊന്നും മേടിക്കുന്നത്. വിശ്വസിച്ചാൽ കർത്താവ് പറഞ്ഞു നീ ദൈവത്തിന്റെ മഹത്വം കണ്ടു മടങ്ങുവാനിടയായി. ഇന്ന് പകലിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? ഈ ആരാധനയിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നാം എങ്ങനെ അനുഭവിക്കുന്നുവോ? ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഇതുപോലെ കാലം ആ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ അതിന്റെ പൂർണ്ണമായി സമർപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു കർത്താവേ എനിക്ക് നിന്റെ ആലയത്തിൽ വസിക്കണം. ഹല്ലേലൂയ. എനിക്ക് നിന്റെ പ്രാകാരങ്ങളിലേക്ക് അടുത്തു വരണം. ഹല്ലേലൂയ. ആമേൻ സ്വന്തം ജീവിതകാലമൊക്കെയും ഹല്ലേലൂയ നിന്റെ ആലയത്തിൽ എനിക്ക് വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ കർത്താവിനെ നമ്മൾ അറിയുന്നതോറും കർത്താവ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവരുടെയും തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമുക്കൊരു നന്മ മാത്രം മതി. എന്തെങ്കിലും ഒരു നന്മ മാത്രം മതി. നമ്മുടെ ആവശ്യം നടന്നാൽ മതി. പക്ഷെ ഇന്ന് നമ്മുടെ നിലവാരം മാറി. ആമേൻ സ്വന്തം. അതുകൊണ്ടല്ലേ ഹല്ലേലൂയ ദാനിയേൽ പറഞ്ഞ് ഈ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ആമേൻ ഞങ്ങൾ അവനെ സേവിക്കുവാനിടയായി. അതിന്റെ അർത്ഥം എന്താ? ഈ ദൈവത്തെ സേവിക്കുന്ന എത്ര മഹത്വകരമായിരിക്കുന്ന അനുഭവമാണ്. ഈ കർത്താവിനെ ആരാധിക്കുന്നത് എത്ര മഹത്വകരമായിരിക്കുന്ന അനുഭവമാണ്. ഈ കർത്താവിന് സ്തോത്രം പറയുന്നത് എത്രയോ ഉന്നതകരമായിരിക്കുന്ന അനുഭവം. നമ്മൾ പാടിയില്ലേ സ്വർഗത്തിലും ഭൂമിയിലും സ്തോത്രത്തിന് യോഗ്യം നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിൽ ഈ സ്തോത്രം പറഞ്ഞ് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുക. ആ ദൈവത്തിന്റെ മഹത്വം ഇന്നുപോലെ കാലം കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം ചെയ്ത് വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കേണ്ട ദൈവികപ്പെടുന്നത് പ്രാപിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പാടുന്ന പാട്ട് നമുക്ക് ധ്യാനിച്ചു പാടി. ഹല്ലേലൂയ. അവൻ ഇതുപോലെ കാലം ആ തിരിച്ചറിവോടെ കർത്താവ് ആ നാമത്തിൽ നിന്റെ അടുക്കലേക്ക് വരികയും ഞാൻ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അവിടുത്തെ കരവനെ തുടർന്നവേ. ഹല്ലേലൂയ. ഇന്ന് പകരം നിങ്ങൾ ഏത് സ്ഥിതിയിൽ വന്നോ ഈ സ്ഥിതി ഞാൻ പോയാൽ കർത്താവ് ആമേൻ സ്തോത്രം ഞാൻ വീണു പോകാനിടയായി തീരും. ഞാൻ താണു പോകാനിടയായി തീരും. എന്നാൽ എന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരണം. എന്റെ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇന്നുപോലെ കാലം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം വിശ്വാസത്തോടെ ഈ പാട്ട് നമുക്ക് ധ്യാനിച്ചു പാടി ആമേൻ നമ്മുടെ കർത്താവിനെ കൂടെ നമുക്ക് നന്ദി പറയാം. യേശുവിനെ